നമസ്കാരം. ഇന്നത്തെ ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. തലക്കെട്ടുകൾ. വയനാട് പുൽപ്പള്ളിയിലെ സ്ഫോടക വസ്തു കേസിൽ പോലീസിന് വൻ വീഴ്ച. നിരപരാധിയായ തങ്കച്ചൻ ജയിലിൽ കിടന്നത് 17 ദിവസം. യഥാർത്ഥ പ്രതിയെ കിട്ടിയതോടെ തങ്കച്ചനെ വിട്ടയച്ചു. കുടുക്കിയതെന്ന് തങ്കച്ചൻ. DCC പ്രസിഡന്റിനടക്കം പങ്കെന്ന ആരോപണം. തൃശൂർ പീച്ചി കസ്റ്റഡി മർദ്ദനത്തിന് പിന്നാലെ കേസൊതുക്കാൻ പോലീസ് പണവും വാങ്ങിയെന്ന് പരാതിക്കാരൻ ഔസേഫ്. പീച്ചി പോലീസ് സ്റ്റേഷനിലേക്കുള്ള കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. 2012 നേരിട്ട പോലീസ് മർദ്ദനത്തിൽ നീതി തേടി മുൻ SFI നേതാവ് ജയകൃഷ്ണൻ ഹൈക്കോടതിയിലേക്ക്. VD സതീശനെയും PK കുഞ്ഞാലിക്കുട്ടിയെയും കടന്നാക്രമിച്ചു വെള്ളാപ്പള്ളി നടേശൻ. കോൺഗ്രസിനെ നശിപ്പിക്കുന്ന കുലംകുത്തിയാണ് സതീശനെന്നും മാന്യമായി പെരുമാറാനാണ് ആദ്യം പഠിക്കേണ്ടതെന്നും പരിഹാസം. അധികാരം കിട്ടാനായി കുഞ്ഞാലിക്കുട്ടി ഭ്രാന്തനെ പോലെ പെരുമാറുകയാണെന്ന് വെള്ളാപ്പള്ളി അമൃത ന്യൂസിന്റെ വാക്ക് മറുവാക്കി. കത്തോലിക്ക സഭയിലെ വിശുദ്ധ പദവിയിലേക്ക് 2 പേർ കൂടി. വിശ്വാസ പ്രചരണത്തിന് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉപയോഗിച്ച കാർലോ അക്കുത്തിസിനെയും പർവ്വതാരോഹകൻ പിയർ ജോർജ് ഫ്രസാത്തിയെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ട്. അടുത്ത മാസം ദക്ഷിണ കൊറിയയിലാണ് കൂടിക്കാഴ്ച എന്നാണ് വിവരം. വ്യാപാര സുരക്ഷാ വിഷയങ്ങളിൽ നിർണായക ചർച്ചകൾ നടന്നേക്കും. ഏഷ്യാ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ദക്ഷിണ കൊറിയ ഫൈനൽ 7:30 മുതൽ. KCL 2ാം സീസണിന്റെ ഫൈനൽ അല്പസമയത്തിനകം. കൊല്ലം സെയിലേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും. വിശദമായി നോക്കാം. വയനാട് പുൽപ്പള്ളിയിൽ കാർ പോർച്ചിൽ മദ്യവും സ്ഫോടക വസ്തുവായ 15ഓളം തോട്ടകളും കണ്ടെത്തിയ സംഭവത്തിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ ഗൃഹനാഥൻ നിരപരാധിയെന്ന് പോലീസ്. തങ്കച്ചനെ വെറുതെ വിട്ടു. തങ്കച്ചനെ കുടുക്കാൻ ശ്രമിച്ച സംഘത്തിലെ മരക്കടവ് പുത്തൻവീട് PS പ്രസാദിനെ പുൽപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പുൽപ്പള്ളി മരക്കടവ് സ്വദേശി തങ്കച്ചൻ എന്ന അഗസ്റ്റ്യൻ നിരപരാധിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. കഴിഞ്ഞ മാസം 22-നാണ് അഗസ്റ്റ്യന്റെ വീട്ടിലെ കാർ ഷെഡിൽ നിന്നും മദ്യവും സ്ഫോടക വസ്തുക്കളും പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് തങ്കച്ചനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ഈ കേസിലാണ് വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ ഭിന്നതയും വ്യക്തിവിരോധവും മൂലം ബോധപൂർവം നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് തങ്കച്ചനെ കേസിൽ കുടുക്കാൻ ശ്രമം നടന്നത്. പ്രതികൾ മദ്യവും സ്ഫോടക വസ്തുക്കളും നിർത്തിയിട്ട കാറിനടിയിൽ കൊണ്ടുവയ്ക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവത്തിൽ ഉൾപ്പെട്ട പുൽപ്പള്ളി സ്വദേശി പ്രസാദിനെ അറസ്റ്റ് ചെയ്തു. ഇയാൾ കർണാടകയിൽ നിന്നും ഗൂഗിൾ പേ ഉപയോഗിച്ച് മദ്യം വാങ്ങിയ തെളിവും പോലീസിന് ലഭിച്ചു. മദ്യവും സ്ഫോടക വസ്തുക്കളും കാർ ഷെഡിൽ കൊണ്ടുവച്ച യഥാർത്ഥ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്ന് തങ്കച്ചന്റെ കുടുംബവും ആവശ്യപ്പെട്ടു. പോലീസുകാർ കൃത്യമായി ഇടപെട്ടെങ്കിലും ഇങ്ങനെ നിരപരാധി ആണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇതാരാ ഇത് വിളിച്ചു പറഞ്ഞതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇത് കള്ളക്കേസാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയെങ്കിൽ ചേട്ടാ നിരപരാധിയാണെന്ന് അറിഞ്ഞ് പോലീസുകാർ കൃത്യമായ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ അന്ന് ചേട്ടാക്ക് ജാമ്യം കിട്ടിയേനെ. ഈ ലോകത്ത് ഒരു അമ്മയ്ക്കും ഒരു ഭാര്യയ്ക്കും ഒരു മക്കൾക്കും ഇതുപോലൊരു ഗതി വരുന്നത് ഞാൻ അന്ന് രാത്രിയിൽ അനുഭവിച്ച ഒരു വേദന ഈ ലോകത്ത് ഒരു ഭാര്യയ്ക്കും ഉണ്ടാകരുത്. തങ്കച്ചൻ നിരപരാധിയാണെന്ന കുടുംബത്തിന്റെ പരാതിയിൽ CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും വിവരം നൽകിയവരുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് യഥാർത്ഥ പ്രതികളിലേക്ക് പോലീസ് എത്തിയത്. അമൃത ന്യൂസ്, വയനാട്. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കത്തിന്റെ ഇരയായിട്ടാണ് താൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കഴിഞ്ഞതെന്ന് ജയിൽ മോചിതനായ തങ്കച്ചൻ. DCC അധ്യക്ഷൻ ND അപ്പച്ചനും DCC ജനറൽ സെക്രട്ടറി PD സജിയും ചേർന്നാണ് തന്നെ കേസിൽപ്പെടുത്തിയത്. പാടിച്ചിറയിൽ നടന്ന വികസന സെമിനാറിൽ നേതൃത്വത്തെ ചോദ്യം ചെയ്ത പകയ്ക്ക് കാരണമായി എന്നും KPCC നേതൃത്വത്തിന് പരാതി നൽകുമെന്നും തങ്കച്ചൻ പ്രതികരിച്ചു.
ഇനി ഇര കൊളുത്തിയിട്ടവനും ചൂണ്ടൊക്കെ പിടിച്ചവനൊക്കെ ഒളിവിലാണ്. അവരെയും കൂടി പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഇതിന് ND അപ്പച്ചന് വരെ DCC പ്രസിഡന്റായ ND അപ്പച്ചന് വരെ ഇതിൽ പങ്കുണ്ടെന്നാണ് പറയുന്നത്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. 2ാം വാർഡിൻ്റെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രസിഡന്റാണ് ഞാൻ. കോൺഗ്രസ് 2ാം വാർഡിൻ്റെ പ്രസിഡന്റാണ്. അപ്പോൾ ND അപ്പച്ചൻ വേറൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ഒരു കാല് വയ്യാത്ത ഒരു ആദിവാസി OR രഘു എന്ന് പറയുന്ന അതും അഡ്വക്കറ്റാണ്, വക്കീൽ കോഴ്സ് പഠിച്ചാണ്. ആ രഘുവിനെ കൊണ്ട് ഞങ്ങൾ 12 ആളെ പേര് കേസ് കൊടുപ്പിച്ചിട്ടുണ്ട്. കാടിച്ചിറ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വികസന സെമിനാർ, അന്ന് ഞങ്ങൾ സെമിനാർ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ വാശി പിടിച്ച് വെച്ച് അവിടെ കച്ചറയുണ്ടായി. ആ വികസന സെമിനാറിൽ രഘുവിനെ തല്ലി എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. പക്ഷേ രഘു അതിൻ്റെ പയർ പോലെ ഓടി നടക്കുന്നു. ഞങ്ങൾ തല്ലി എന്ന് പറഞ്ഞ രഘു ഒരു കുഴപ്പമില്ലാതെ അന്നും ഓടി നടക്കുന്ന വിഷ്വലൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് 3 മണിയായപ്പോൾ, 12 മണിക്ക് കഴിഞ്ഞ സംഭവം 3 മണിയായപ്പോഴാണ് രഘു മാനന്തവാടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാലും അവിടെ പോയി മരുന്ന് മേടിച്ച് കാര്യവും പറഞ്ഞ് രഘു തിരിച്ചു വീട്ടിൽ പോകും. ഇതിൻ്റെ എല്ലാം തൃശൂർ കുന്നംകുളത്തെ പോലീസ് ഗുണ്ടായുസത്തിന് പിന്നാലെ തൃശൂർ പീച്ചിയിലും പോലീസിന്റെ മർദ്ദനം. പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടലുടമയുടെ മാനേജറെയും ജീവനക്കാരനെയും പോലീസ് മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ബിരിയാണിക്ക് രുചിയില്ലെന്ന് പറഞ്ഞു നൽകിയ പരാതിയിലാണ് പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ KP ഔസേപ്പിന്റെ ഹോട്ടലിലെ മാനേജരെയും ജീവനക്കാരനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചത്. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ പോലീസ് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് തൃശൂർ പീച്ചിയിൽ നിന്നും പോലീസിന്റെ കാടത്തം വീണ്ടും പുറത്തു വന്നത്. 2023 മെയ് 24-നാണ് സംഭവം നടന്നത്. ബിരിയാണിക്ക് രുചിയില്ലെന്ന് പറഞ്ഞു നൽകിയ പരാതിയിലാണ് പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടലുടമ KP ഔസേപ്പിന്റെ ജീവനക്കാരനെയും ഹോട്ടൽ മാനേജരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചത്. ഹോട്ടൽ ഉടമ നടത്തിയ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ദൃശ്യങ്ങൾ ലഭിച്ചത്. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല എന്ന് ഹോട്ടൽ ഉടമയായ ഔസേപ്പ് പറഞ്ഞു. അന്നത്തെ പീച്ചി SI PM രതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. ഔസേപ്പിനെയും മകൻ പോൾ ജോസഫിനെയും സ്റ്റേഷനിലെത്തിച്ച് അപമാനിച്ചു എന്നും പരാതിയുണ്ട്. 1.5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിവരാവകാശ നിയമപ്രകാരം ഔസേപ്പിന് സ്റ്റേഷനിൽ നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. വിവരാവകാശത്തിന് അപേക്ഷ കൊടുത്തു. അപ്പോൾ പീച്ചി പോലീസ് സ്റ്റേഷൻ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിജക്ട് ചെയ്തു. സ്ത്രീ സുരക്ഷ പറഞ്ഞുകൊണ്ട് റിജക്ട് ചെയ്തു. രണ്ടാമത് ഞാൻ അപ്പീൽ ഒല്ലൂർ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൊടുത്തു. അത് മാവോവാദി ഭീഷണി നിൽക്കുന്ന സ്റ്റേഷനാണെന്ന് പറഞ്ഞ് അത് റിജക്ട് ചെയ്തു. അത് നീണ്ടൊരു പോരാട്ടമായിരുന്നു. 1.5 വർഷത്തിന് ശേഷമാണ് എനിക്ക് CCTV കിട്ടിയത്. ഈ CCTV ഈ മർദ്ദിക്കപ്പെട്ട 2 പേർക്കും ലോക്കപ്പിൽ അടയ്ക്കപ്പെട്ട എൻ്റെ മകനും പരാതിക്കാരനായ എനിക്കും അങ്ങനെ 4 പേർക്ക് പെൻഡ്രൈവിൽ CCTV പീച്ചി സ്റ്റേഷനിൽ നിന്ന് മറ്റേ വിവരാവകാശ കമ്മീഷണർ ഉത്തരവ് പ്രകാരം എനിക്ക് ലഭിച്ചു. മർദ്ദിച്ചതിന് പിന്നാലെ പണം വാങ്ങി പോലീസ് കേസൊതുക്കി. 5 ലക്ഷം രൂപയാണ് പരാതിക്കാരനിൽ നിന്ന് വാങ്ങിയത്. പരാതിക്കാരൻ ദിനേശിന് പണം നൽകിയത് SI പറഞ്ഞിട്ടെന്ന് ഹോട്ടൽ ഉടമ ഔസേപ്പ് വ്യക്തമാക്കി. തന്റെ വീട്ടിലെ CCTVക്ക് താഴെ വെച്ചാണ് പണം കൈമാറിയതെന്നും ഔസേപ്പ് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന എൻ്റെ ഈ വീടിൻ്റെ മുൻവശത്ത് വെച്ചിട്ട് CCTVയുടെ മുൻവശത്ത് വെച്ചിട്ടാണ് പണം കൊടുക്കുന്നത്. 8 കെട്ടുകൾ, 50,000-ൻ്റെ 8 കെട്ടുകൾ, അങ്ങനെ 4 ലക്ഷം പോരെയെന്ന് ഞാൻ ബാർഗെയിൻ ചെയ്തു. അപ്പം പറഞ്ഞു പറ്റില്ല, 5 ലക്ഷം കെട്ടണം, 3 ലക്ഷം പോലീസിന്, 2 ലക്ഷം എനിക്കിന്ന് വീണ്ടും ആവർത്തിച്ചു. അങ്ങനെ 1 ലക്ഷം കൂടി പ്ലാസ്റ്റിക് കൂടുതൽ ഇട്ട് കൊടുത്ത്. സമാനമായ പരാതികൾ തൃശ്ശൂരിലെ പല പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ടെന്നും ഇവിടെ നിന്നെല്ലാം വിവരാവകാശ നിയമപ്രകാരം CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുമെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇത്തരത്തിൽ സംശയാസ്പദമായി മർദ്ദനങ്ങളെക്കുറിച്ച് അറിവുള്ള സ്റ്റേഷനുകളിൽ ഞങ്ങൾ വിവരാവകാശ നിയമമനുസരിച്ച് CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അപേക്ഷകൾ കൊടുക്കുകയാണ്. ഈ പീച്ചി ഉൾപ്പെടെ മണ്ണുത്തി ഭയാനകമായ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പീച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. SI ആയിരുന്ന രതീഷിനെതിരെ നടപടിയെടുക്കും വരെ പ്രതിഷേധം തുടരുമെന്നും കോൺഗ്രസ് പറഞ്ഞു. അമൃത ന്യൂസ്, തൃശൂർ. പീച്ചിയിൽ ഹോട്ടലുടമയെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ SI രതീഷിനെതിരെയുള്ള അന്വേഷണം മറ്റ് ജില്ലയിലാണെന്നും റിപ്പോർട്ട് കിട്ടിയാൽ അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. നിലവിൽ കടവന്ത്ര SHO ആണ് രതീഷ്. കൊച്ചിയിലെ 26 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചെന്നും പുട്ട വിമലാദിത്യ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തട്ടിപ്പിനായുള്ള ആസൂത്രണം നടന്നത് യൂറോപ്യൻ രാജ്യമായ സൈപ്രസിലാണെന്നാണ് പോലീസിന്റെ നിഗമനം. നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കാം. സംഭവങ്ങളെല്ലാം മറ്റ് ജില്ലകളാണല്ലേ. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും വന്നാൽ നമ്മൾ നോക്കി അതിൻ്റെ അനുസരിച്ച് നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കാം. കുറേ ലീഡ്സ് കിട്ടിയിട്ടുണ്ട് ആ കേസിൽ. ഇത് എവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളിൽ കുറച്ച് ലീഡ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സ്ഥിരീകരിക്കാനായിട്ടില്ല. കാരണം ഇതിനകത്ത് എനോണിമൈസ് ചെയ്യാനുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്.
നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഓൺലൈനിൽ നടത്തണമെങ്കിൽ നമ്മൾ ഒരിടത്തിരുന്ന് മറ്റ് ഓൺലൈൻ ഐഡൻറ്റിറ്റീസ് എല്ലാം വേറെ അടുത്ത് കാണുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അത് സ്ഥിരീകരിക്കും. കുന്നംകുളം സംഭവത്തിൽ കുറ്റക്കാരായ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരള പോലീസിന്റെ തനി നിറമാണ് പുറത്തുവന്നതെന്നും വി ഡി സതീശൻ വിമർശിച്ചു. കെ സുധാകരന്റെ വിമർശനത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞു. താൻ വിമർശനത്തിന് അതീതനല്ലെന്നും എവിടെ പറയണം എങ്ങനെ പറയണമെന്നത് അവരാണ് ആലോചിക്കേണ്ടതെന്നും സതീശൻ വ്യക്തമാക്കി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അവർക്കെതിരായി സസ്പെൻഡ് ചെയ്തു. അതുപോലെ അവരെ സർവീസിൽ നിന്ന് നീക്കണം. സർവീസിൽ തുടരാൻ യാതൊരു അർഹതയില്ലാത്തവരാണ്. ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ് ശരിക്കും. ഇത് വീണ്ടും വരികയാണ് പീച്ചിയിൽ. മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടാതിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ? പിന്നെ എന്തിനാ മുഖ്യമന്ത്രിയുടെ കയ്യിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അറിഞ്ഞില്ലേ? കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്ന ദിവസം മുഖ്യമന്ത്രിക്കൊപ്പം വി ഡി സതീശൻ ഓണവിരുന്നുണ്ടതിനെ ന്യായീകരിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ് രംഗത്ത്. മുഖ്യമന്ത്രിയുടെ ഓണവിരുന്നിനായി പോകുന്ന സമയത്ത് കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദന വാർത്ത മാധ്യമങ്ങളിൽ വന്നിരുന്നില്ല. അങ്ങനെ വാർത്തകൾ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ സതീശൻ മുഖ്യമന്ത്രിയുടെ വിരുന്നിന് പോകുമായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ അന്നേരം ഈ കാര്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളിൽ എത്തിയിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് ശേഷമാണ് ഇതൊക്കെ കണ്ടു തുടങ്ങിയത്. ഇതിന് മുമ്പ് അത് വന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹവും അത് മാറി നിൽക്കുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA. കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് സർവീസിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയത് അവരെ രക്ഷിക്കാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമാണെന്നും സണ്ണി ജോസഫ് MLA കണ്ണൂർ ഇരിട്ടിയിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനകത്തും പുറത്തും വെച്ച് ഗുരുതരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ച സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്നത് മതിയാവുന്ന ഒരു ശിക്ഷാ നടപടിയല്ല. ഈ കാര്യത്തിൽ അവർ ചെയ്ത ഗുരുതരമായ കുറ്റം കണക്കിലെടുത്ത് ഒരു പ്രതിയെ അന്യായമായി കസ്റ്റഡിയിലെടുക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപായി വാഹനത്തിൽ വെച്ച് മർദ്ദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വസ്ത്രാക്ഷേപം ചെയ്യുന്നു, ലോക്കപ്പിൽ നിരവധി തവണ അദ്ദേഹത്തെ തലയ്ക്കും പുറത്തും മുഖത്തും അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, അദ്ദേഹത്തെ അന്യായമായിട്ട് പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുന്നു. ഒരു മദ്യപിച്ചു എന്ന കളവായ കുറ്റം ചാർത്തിക്കൊണ്ട് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നു. കോടതി വൈദ്യപരിശോധനയുടെ അടിസ്ഥാനത്തിൽ മദ്യപിച്ചിട്ടില്ല എന്ന് കണ്ടെത്തി ജാമ്യം കൊടുക്കുന്നു. പോലീസ് അതിക്രമത്തിനെതിരെ കോഴിക്കോടും പരാതി. മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് മാമു കോയയ്ക്കാണ് പോലീസിന്റെ മർദ്ദനമേറ്റത്. സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. നടപടി ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാമു കോയ പ്രതികരിച്ചു. 2023 കുറ്റിക്കാട്ടൂർ യത്തീംഖാനയിലെ ഭൂമി സംബന്ധിച്ച പ്രശ്നം പരിഹരിക്കാനെത്തിയ പോലീസ് മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് മാമുക്കോയെ കസ്റ്റഡിയിലെടുക്കുന്നത്. 1 മണിക്കൂർ സ്റ്റേഷനിൽ നിർത്തിയ ശേഷം വിട്ടയച്ചിരുന്നു. ഇവിടെ വെച്ചാണ് മാമുക്കോയയ്ക്ക് പോലീസിൽ നിന്ന് മർദ്ദനമേറ്റത്. എന്നാൽ സംഭവം നടക്കുമ്പോൾ താൻ സ്ഥലത്തില്ലായിരുന്നുവെന്നാണ് മാമുക്കോയയുടെ വാദം. സമൻസ് പോലും ഇല്ലാതെയാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കാനെത്തിയതെന്നും ഇത് ചോദ്യം ചെയ്തതോടെ പൊതുമധ്യത്തിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്നും മാമുക്കോയ പറയുന്നു. അവിടെ കുറ്റിക്കാട്ടിലൊരു വിഷയവുമായി ക്യാമ്പസിൽ വന്നപ്പോൾ ആ പ്രദേശത്തെല്ലാം ഞാൻ അന്നേരം 100 മീറ്റർ അപ്പുറത്താണ് ഉള്ളത്. ആ സമയത്താണ് പോലീസിനെ അന്വേഷിച്ച് അവിടെ വരികയും അവിടെ വന്നിട്ട് എൻ്റെ പേര് ചോദിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ സ്റ്റേഷനിൽ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്റ്റേഷനിൽ വരണമെങ്കിൽ എൻ്റെ അടുത്ത് എനിക്ക് ഇത് വേണം എന്ന് പറഞ്ഞു. സമൻസോ കാര്യം എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടോ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ വരാറുണ്ട്. അപ്പോൾ എന്താ പോലീസിനോട് ഇങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് പോലീസിനാണോ പഠിപ്പിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണ് എന്നെ ക്രൂരമായിട്ട് അവിടെ നിൽക്കാണ്ട് സുദർശനും ബെന്യും പിന്നെ അടിച്ചതും ചോദിച്ചതും പിന്നെ പുറത്ത് ചവിട്ടി കാലിന് രാത്രി ഒന്ന് കുത്തി ഇവരൊക്കെ പിടിച്ചു ചെയ്തതാണ്. ഞങ്ങളെ നീ പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് തലയ്ക്കും മുതുകിലും അടിച്ചതെന്നും പരാതിയിൽ പരാമർശിക്കുന്നുണ്ട്. അന്നത്തെ മെഡിക്കൽ കോളേജ് SP K സുദർശനും CI ബെന്നി ലാലുവും മർദ്ദിച്ചെന്നാണ് മാമുക്കോയുടെ പരാതി. മർദ്ദന ദൃശ്യങ്ങൾ 2 വർഷം മുൻപ് പുറത്തു വന്നിരുന്നു. സംഭവത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും സ്വീകരിച്ചില്ലെന്നും മാമുക്കോയ വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിക്ക് വീണ്ടും ഒരു പരാതി കൂടി നൽകാനാണ് മാമുക്കോയുടെ നീക്കം. അമൃത ന്യൂസ്, കോഴിക്കോട്.
2012 നേരിട്ട പോലീസ് മർദ്ദനത്തിൽ നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി മുൻ SFI നേതാവ്. SFI മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണനാണ് പോലീസ് ഭീകരത വിവരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ ആലപ്പുഴ ഡിവൈഎസ്പിയും മുൻ കോന്നി CIയുമായ മധു ബാബുവിനെതിരെയാണ് ജയകൃഷ്ണന്റെ ആരോപണം. 2012 UDF സർക്കാരിനെതിരെ നടത്തിയ സമരങ്ങളുടെ പേരിലാണ് ജയകൃഷ്ണനെ കോന്നി പോലീസ് അന്ന് കസ്റ്റഡിയിലെടുത്തത്. അന്നത്തെ കോന്നി CIയുടെ നേതൃത്വത്തിൽ തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ജയകൃഷ്ണന്റെ ആരോപണം. ലാത്തിയടിയേറ്റ മുറിവുകളിൽ പെപ്പർ സ്പ്രേ അടിച്ചുവെന്നും ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചുവെന്നും ജയകൃഷ്ണൻ പറയുന്നു. അന്നത്തെ കോന്നി CI ആയിരുന്ന MR മധുബാബു, ഇപ്പോഴത്തെ ആലപ്പുഴ DYSP, അദ്ദേഹമായിരുന്നു എന്നെ 3-ാം മുറയ്ക്ക് വിധേയമാക്കിയത്. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ പോരാട്ടത്തിലാണ്. എന്നെ 2012 ഒക്ടോബർ മാസം 12-ാം തീയതി വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുകയും എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ എന്നെ മർദ്ദിക്കുകയും തുടർന്ന് എന്നെ കോന്നി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കോന്നി പോലീസ് സ്റ്റേഷനിൽ ഒരു ബെഞ്ചിൽ കിടത്തി കാലിൻ്റെ വെള്ള അടിച്ചു പൊട്ടിക്കുകയും അതുപോലെ തന്നെ പെപ്പർ സ്പ്രേ ദേഹമാസകലിനും കണ്ണിലും പ്രയോഗിക്കുകയും അതുപോലെ തന്നെ ബൂട്ടിട്ട് ചവിട്ടുകയും അങ്ങനെ അതിബ്രൂട്ടലായിട്ടുള്ള ക്രൂരമായ മർദ്ദനത്തിന് 3-ാം മുറയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്തത്. മർദ്ദനശേഷം 6 മാസത്തോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ജയകൃഷ്ണൻ ചികിത്സയിൽ കഴിഞ്ഞു. മധു ബാബുവിനെതിരെ പരാതി നൽകിയെങ്കിലും LDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് പോലും ഒരു നടപടിയും ഉണ്ടായില്ല. നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ജയകൃഷ്ണൻ. അമൃത ന്യൂസ്, പത്തനംതിട്ട. VD സതീശനെയും PK കുഞ്ഞാലിക്കുട്ടിയെയും കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശൻ. കോൺഗ്രസിനെ നശിപ്പിക്കുന്ന പാർട്ടിക്കുള്ളിലെ കുലംകുത്തിയാണ് VD സതീശൻ. മാന്യമായി പെരുമാറാനാണ് ആദ്യം പഠിക്കേണ്ടതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മുസ്ലിം സമുദായത്തെയല്ല താൻ വിമർശിക്കുന്നതെന്നും മുസ്ലിം ലീഗിനോടാണ് തന്റെ വിയോജിപ്പെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി. അധികാരം കിട്ടാനായി ഭ്രാന്തനെ പോലെ പെരുമാറുകയാണ് PK കുഞ്ഞാലിക്കുട്ടിയെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. അമൃത TVയുടെ വാക്കുമറുവാക്കിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് VD സതീശന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ ഒരുക്കമല്ല വെള്ളാപ്പള്ളി നടേശൻ. പക്വതയും വിനയവുമാണ് പ്രധാനമായും ഒരു നേതാവിന് വേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസിനെ നശിപ്പിക്കാൻ പാർട്ടിക്കുള്ളിലെ കുലംകുത്തിയായി VD സതീശൻ മാറിയെന്ന് വെള്ളാപ്പള്ളി ആഞ്ഞടിച്ചു. അത് ഇപ്പോൾ ആരുമാണെന്ന് ഒരു തോന്നല്. കോൺഗ്രസിനകത്ത് കോൺഗ്രസ് നശിപ്പിക്കാൻ ഒരു കുലംകുത്തിയായിട്ടാണ് ഇദ്ദേഹം നിൽക്കുന്നത്. എന്തു ചെയ്യും? ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ? മാത്രമല്ല ഇങ്ങനെ വിരലുകൊണ്ട് തന്തയുടെ പ്രായമുള്ള ആളിനെ പോലും ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു നേതാവ് നമ്മൾ ഒരുപാട് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ്സുകാരനും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പെരുമാറുന്ന ആരെങ്ങളുണ്ട്? ഇതൊക്കെ കാണിക്കുമ്പോൾ, ഈ പെരുമാറ്റം കാണിക്കുമ്പോൾ ഇദ്ദേഹം ഏതാണ്ട് ദൈവപുത്രനായിട്ട് ആളുകൾ കണക്കാക്കുന്നതാണ്. അതേസമയം വർഗീയത വിളമ്പാനാണ് താൻ വാതുറക്കുന്നത് എന്ന ആക്ഷേപത്തിനും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കുകയാണ്. മുസ്ലിം സമുദായത്തോടല്ല മുസ്ലിം ലീഗിനോടാണ് തന്റെ വിയോജിപ്പ്. സമുദായത്തെ അധിക്ഷേപിക്കുന്നതായി ട്വിസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. ഭരണം കിട്ടാനായി കുഞ്ഞാലിക്കുട്ടി ഒരു ഭ്രാന്തനായി മാറിയിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. കുഞ്ഞാലിക്കുട്ടിയൊക്കെ കുറേ കൂടെ മാന്യമായി പെരുമാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അദ്ദേഹം ഇന്ന് ഭരണം കിട്ടാൻ വേണ്ടിയിട്ടൊരു ഭ്രാന്തനായി മാറിയിരിക്കുകയാണ്. അതിന് ഏറ്റവും അതിന് കരുവായി എന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പറയാനുള്ളത് എവിടെയും പറയുമെന്നും തന്റെ വായടക്കാമെന്ന് ആരും കരുതേണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വെള്ളാപ്പള്ളി നടേശൻ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹത്തിന്റെ വെല്ലുവിളി നേരത്തെ സ്വീകരിച്ചതാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും VD സതീശൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വെല്ലുവിളിയാണ് ഏറ്റെടുത്തത്. തിളക്കമാർന്ന ഭൂരിപക്ഷത്തോടുകൂടി UDFനെ കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. പിന്നെ നിങ്ങൾ എന്നെ കാണില്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഇന്ത്യയിലെ ദേശീയ പാർട്ടി എന്നുള്ള ഒരു സമീപനമുണ്ട്, ഒരു പ്രൊസീജിയറുണ്ട്. അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ്. തിരഞ്ഞെടുപ്പിന് മുമ്പ് ആരെയും പ്രഖ്യാപിക്കാറില്ല. അദ്ദേഹം ഓരോ ദിവസവും സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അതിനെ ഓൺ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? അദ്ദേഹം മലപ്പുറത്തെ മുസ്ലിങ്ങളെക്കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചു. അദ്ദേഹം പാലായിലെ ക്രിസ്ത്യാനികളെക്കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചു. എന്നിട്ട് പിറ്റേ ആഴ്ച അദ്ദേഹം ഗുരുദേവൻ്റെ പതിപ്പാണെന്ന് പറഞ്ഞാൽ, ഞാൻ ശ്രീനാരായണൻ്റെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളിൽ വിശ്വസിക്കുന്ന ശ്രീനാരായണീയനാണ് ഞാൻ പോവുമെല്ലായിടത്തും. അത് അവിടെ ആ സ്ഥാനത്ത് ആരിയിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. ആഗോള അയ്യപ്പ സംഗമം അദ്ഭുതമായി മാറുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വലിയ വികസനത്തിന് തുടക്കമാകുമെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ശബരിമലയുടെ പ്രസക്തി ലോകത്തിന്റെ നെറുകയിലെത്തും. അയ്യപ്പ സംഗമം ഇലക്ഷനു വേണ്ടിയെന്ന് പറയുന്നത് ബാലിശമാണ്. UDF പിന്തുണയ്ക്കേണ്ട സാഹചര്യമുണ്ടെങ്കിലും പറയാൻ പറ്റുന്നില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ എരുമേലിയിൽ പറഞ്ഞു. എന്തിനേറെ പറയുന്നു? ശബരിമല വലിയൊരു വികസനത്തിൻ്റെ
മുന്നിലേക്ക് പോവുകയാണ്. അതിന് നമ്മളെല്ലാം സഹകരിക്കുകയും ചെയ്യേണ്ടതിന് പകരം പുറഞ്ഞു തിരിഞ്ഞ് നിൽക്കുന്നത്, ചരിത്രത്തിൻ്റെ ഭാഗമാകേണ്ട നമ്മൾ ആ ചരിത്രത്തിലേക്ക് പുറകോട്ട് പുറംതിരിഞ്ഞ് നിൽക്കുന്നതും അത് വലിയ ചരിത്രത്തിൽ ഒരു അപഹാസ്യ കഥാപാത്രങ്ങളായി മാത്രമേ മാറും. പക്ഷെ വല്ല ആകാശത്ത് വിസ്മയ കാഴ്ചയൊരുക്കുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ന് ദൃശ്യമാകും. ഇന്ത്യൻ സമയം രാത്രി 8:58 ഭൂമിയുടെ നിഴൽ ചന്ദ്രനുമേൽ വീണു തുടങ്ങും. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തു നിന്നും ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കും. ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ മറയ്ക്കുന്ന പ്രതിഭാസം. സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുക. അപ്പോൾ ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിലായിരിക്കും. ഈ സമയം ചന്ദ്രന് അതിശയിപ്പിക്കുന്ന കടും ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള തിളക്കം കാണാനാകും. ഇന്ത്യൻ സമയം രാത്രി 8:58 ഭൂമിയുടെ നിഴൽ ചന്ദ്രനുമേൽ വീണു തുടങ്ങും. 5 മണിക്കൂറും 27 മിനിറ്റും നീണ്ടു നിൽക്കുന്നതാണ് ഗ്രഹണപ്രക്രിയ. ചന്ദ്രബിംബം പൂർണ്ണമായും ഭൂമിയുടെ നിഴലിലാകുന്ന സമ്പൂർണ്ണ ഗ്രഹണം 1 മണിക്കൂറും 22 മിനിറ്റും നീണ്ടു നിൽക്കും. രാത്രി 11:41 ചന്ദ്രൻ പൂർണ്ണമായി മറയ്ക്കപ്പെടും. തുടർന്ന് ചന്ദ്രബിംബത്തിന് മുകളിൽ നിന്ന് നിഴൽ മാറിത്തുടങ്ങും. 2:25 ഗ്രഹണം അവസാനിക്കും. നഗ്നനേത്രങ്ങൾ കൊണ്ട് ചന്ദ്രഗ്രഹണം കാണാനാകും. ഇന്ത്യയടക്കം ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും ഗ്രഹണം ദൃശ്യമാകും. കേരളത്തിൽ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഗ്രഹണം പൂർണ്ണമായും ആസ്വദിക്കാം. യൂറോപ്പ്, ആഫ്രിക്ക, കിഴക്കൻ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ചന്ദ്രഗ്രഹണം ഭാഗികമായേ കാണാൻ സാധിക്കൂ. ലോകത്തിലെ 60% പേർക്കും ഇത്തവണ ഗ്രഹണം കാണാമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനിയൊരു പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ നിന്ന് കാണണമെങ്കിൽ 2028 ഡിസംബർ 31 വരെ കാത്തിരിക്കണം. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി തുടരുന്നു. ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ജാഗ്രത തുടരുകയാണ്. മണ്ണിടിച്ചിലുണ്ടായ ജമ്മുകശ്മീരിൽ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ട്. രാജസ്ഥാനിലെ ജലോർ, ബാർമർ, സിറോഹി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. യമുനയിലെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതേസമയം പഞ്ചാബിൽ മരണസംഖ്യ 46 ഉയർന്നു. 1988 ശേഷമുള്ള ഏറ്റവും വലിയ പ്രളയമാണ് പഞ്ചാബിനെ ബാധിച്ചത്. മധ്യപ്രദേശിൽ മഴ കുറഞ്ഞെങ്കിലും ജാഗ്രത തുടരാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പഞ്ചാബിൽ സ്വാധീനമുറപ്പിക്കാൻ BJP നീക്കം തുടങ്ങി. പ്രളയം ബാധിച്ച സംസ്ഥാനത്ത് കൂടുതൽ ധനസഹായ വിതരണം ചെയ്ത് 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പാത തുറക്കാനാണ് BJPയുടെ തീരുമാനം. പ്രളയ പ്രദേശങ്ങൾ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ നേരിട്ട് സന്ദർശിച്ചത് ഇത്തരം നീക്കങ്ങളുടെ ഭാഗമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കാര്യമായ നേട്ടം BJPക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത സംസ്ഥാനമാണ് പഞ്ചാബ്. എന്നാൽ അത് മറികടക്കാനുള്ള തന്ത്രപ്രധാന നീക്കങ്ങളാണ് BJP ദേശീയ നേതൃത്വം നടത്തുന്നത്. കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പഞ്ചാബിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാനാണ് BJP നീക്കം. പ്രളയക്കെടുതി നേരിടുന്ന പഞ്ചാബിൽ കൂടുതൽ ധനസഹായം എത്തിച്ച് പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനുമുള്ള സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് BJP നേതൃത്വം ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ സംസ്ഥാനത്ത് നേരിട്ടെത്തി കൃഷിനാശം ഉൾപ്പെടെ വിലയിരുത്തിയത്. റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് നൽകുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന നടപടി ഉണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ സംസ്ഥാനം സന്ദർശിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിലവിൽ 1500 കോടിയിലധികം രൂപയുടെ കൃഷിനാശം ഉണ്ടായി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2,21,000 ഹെക്ടർ കൃഷിഭൂമി നശിച്ചു. അടിയന്തര സഹായമായി 218 കോടി രൂപ കേന്ദ്ര ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. 2023 23 ജില്ലകളിൽ 21 ജില്ലകൾ വെള്ളപ്പൊക്കത്തിലായിട്ടും ഒരു കേന്ദ്രമന്ത്രി പോലും സംസ്ഥാനത്തേക്ക് എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2027 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് BJPയുടെ ലക്ഷ്യമെന്നാണ് സൂചന. 117 അംഗ നിയമസഭയിൽ നിലവിൽ 2 MLA-മാർ മാത്രമാണ് BJPക്കുള്ളത്. എന്നാൽ ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലും ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം മുൻപത്തേതുപോലെയല്ല. മാത്രമല്ല, ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനം കുറഞ്ഞുവരുന്ന സമയം കൂടിയാണ്. AAPയുടെ കയ്യിലുണ്ടായിരുന്ന ഡൽഹി കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളോടെയാണ് BJP സ്വന്തമാക്കിയത്. സമാനമായ രീതിയിൽ പഞ്ചാബ് പിടിക്കാമെന്നാണ് BJPയുടെ പ്രതീക്ഷ. കോൺഗ്രസിന്റെ തിരിച്ചുവരവ് മാത്രമാണ് BJPയെ പഞ്ചാബിൽ അലോസരപ്പെടുത്തുക. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുപ്രധാന യോഗം സെപ്റ്റംബർ 10 ചേരും. സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ചയാകും. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും SIR നടപ്പിലാക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ നടത്തുമ്പോഴാണ് നടപടിയുമായി മുന്നോട്ടു പോകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കുന്നത്.
നിലവിൽ ബീഹാറിൽ മാത്രമാണ് SIR മുന്നോട്ട് വെക്കുന്നതെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ തന്നെയാണ് കമ്മീഷന്റെ നീക്കം. ഇക്കാര്യങ്ങളിൽ തുടർ നടപടികളെ കടക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കേന്ദ്ര കമ്മീഷൻ സെപ്റ്റംബർ 10 യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. 2026 ജനുവരി 1 മുതൽ രാജ്യവ്യാപകമായി SIR ആരംഭിക്കാനുള്ള നീക്കത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നത്. ജൂണിൽ SIRുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ബീഹാറിൽ മാത്രമാണ് നടപടി തുടങ്ങിയത്. 2003 ഏറ്റവും ഒടുവിലായി തീവ്ര വോട്ടർ പട്ടിക പരിശോധന നടത്തിയത്. അതിനുശേഷം വലിയ തരത്തിൽ കുടിയേറ്റവും നഗരവൽക്കരണവും വർദ്ധിച്ച പശ്ചാത്തലത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം അടിയന്തരമായി നടത്തണമെന്നാണ് കമ്മീഷന്റെ നിലപാട്. ഓരോ തെരഞ്ഞെടുപ്പിനു മുൻപും വോട്ടർ പട്ടിക കൃത്യമായി പരിശോധിക്കണമെന്നുള്ളതാണ് നിലവിലെ തീരുമാനം. അതേസമയം വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളത്. സർക്കാർ അംഗീകരിച്ച 11 രേഖകളുമായി വോട്ടർ പട്ടിക പുതുക്കാമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ കേരളം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ SIR നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിക്ക് മുൻപിൽ ഹർജി നിലനിൽക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പലരും നമ്മുടെ സംസ്കാരം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ പാഠങ്ങൾ പിന്തുടരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ശ്രീനാരായണ ഗുരു ശ്രീകൃഷ്ണ അവതാരം തന്നെയാണെന്നും ഗവർണർ പറഞ്ഞു. അതേസമയം പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ പോലും അവഗണനയെന്ന് സ്വാമി സച്ചിദാനന്ദ വിമർശിച്ചു. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 171ാം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പരാമർശം. ശ്രീനാരായണ ഗുരു ശ്രീകൃഷ്ണന്റെ അവതാരം തന്നെയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ അവിടെ ഞാനുണ്ടാകുമെന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവും അതുപോലെയാണ് ഭൂമിയിലേക്ക് വന്നത്. നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മപാഠങ്ങൾ പിന്തുടരണം. വസുദൈവ കുടുംബകം ലളിത ഭാഷയിൽ പറയുകയാണ് ഗുരു എന്നും നമ്മുടെ സംസ്കാരം ജീവിക്കുകയും ജീവിക്കാൻ അനുവദിക്കുകയുമാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. Like Narayan Guru come to this earth, that itself is an avatar of Bhagwan Sri Krishna, Bhagwan Vishnu. That guides us. It is not that we have to have amongst that Dashavatara. Every time this Bhagwan Sri Krishna has assured us, every time such occasion of confusion will be happening on the earth, I will be there. അതേസമയം പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കുറയുന്നതായി സ്വാമി സച്ചിദാനന്ദ വിമർശിച്ചു. പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് MLAമാർ ഇല്ലാത്ത സ്ഥിതിയാണെന്നും പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ പോലും കടുത്ത അവഗണനയാണെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. സാമൂഹ്യ നീതി ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. ആ സാമൂഹ്യ നീതി കുറെയെങ്കിലും ഇവിടെ സംലബ്ധമായത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിലൂടെയാണ് പ്രധാനമായി. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിൽ ഞാൻ അടുത്ത കാലത്ത് ചിന്തിച്ചപ്പോൾ ശ്രീനാരായണ സമൂഹം, കേരളത്തിലെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ പുരോഗതിയിൽ നിന്നും പിന്തള്ളപ്പെട്ടു പോകുന്നില്ലേ എന്നുള്ള ചിന്താഗതി എന്നിൽ ശക്തമായിട്ടുണ്ട്. ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തി. ജയന്തി സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിനകത്തും രാജ്യത്തിനൊട്ടാകെയും ശ്രീനാരായണ ഗുരുവിന്റെ 171ാം ജയന്തിയോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. GST പരിഷ്കരണത്തിലെ പരാതികൾ പരിഹരിക്കാൻ ഇടപെടലുമായി കേന്ദ്ര സർക്കാർ. ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നാളെ യോഗം നടക്കും. വിവിധ മന്ത്രാലയങ്ങളുടെ സെക്രട്ടറിമാർ യോഗത്തിൽ പങ്കെടുക്കും. ഓരോ മേഖലയിലുള്ളവരും ഉന്നയിച്ച പരാതികൾ യോഗം പരിശോധിക്കും. വിവിധ ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറച്ചെങ്കിലും അവയുടെ നിർമ്മാണത്തിനാവശ്യമായ അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ നികുതിയിൽ കുറവില്ല. ഇക്കാര്യങ്ങളടക്കം യോഗം ചർച്ച ചെയ്യും. 4 പകരം 2 GST സ്ലാബാണ് പുതുതായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. പുതുക്കിയ നികുതി പരിഷ്കരണം ഈ മാസം 22 മുതൽ നിലവിൽ വരും. ട്രംപ് ഷീ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങുന്നു. ഒക്ടോബർ അവസാനം ദക്ഷിണ കൊറിയയിലാണ് കൂടിക്കാഴ്ച. വ്യാപാര സുരക്ഷാ ബന്ധങ്ങളിൽ നിർണായക ചർച്ചകൾ നടക്കുമെന്നാണ് വിവരം. അതേസമയം വൈറ്റ് ഹൌസ് ഇതുവരെ കൂടിക്കാഴ്ച സ്ഥിരീകരിച്ചിട്ടില്ല.
വ്യാപാര തർക്കം തുടരുന്നതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ ഭാഗമായി ജിയോങ്ജു നഗരത്തിൽ വച്ചാണ് കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയും ദക്ഷിണ കൊറിയയിൽ വച്ച് നടന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഏപ്രിലിൽ ചൈനീസ് ഇറക്കുമതിക്ക് ട്രംപ് 145% തീരുവ ചുമത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയായി ചൈനയും US ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തി. എന്നാൽ ചൈനയ്ക്കെതിരെ അധിക തീരുവകൾ ഈടാക്കുന്നത് നവംബർ വരെ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ട്രംപ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ഈ ഉച്ചകോടി ഒരു പ്രധാന അവസരമായി മാറുമെന്നാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ മാസം ചൈന സന്ദർശിക്കാൻ ട്രംപിനെയും ഭാര്യയെയും ഷീ ജിൻപിങ് ഫോണിലൂടെ ക്ഷണിച്ചിരുന്നു. കൂടുതൽ സാമ്പത്തിക നിക്ഷേപങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള ഒരു അവസരമായാണ് ഈ യാത്രയെ അമേരിക്ക കാണുന്നത്. ദക്ഷിണ കൊറിയൻ സന്ദർശനത്തിനെത്തുന്ന ട്രംപ് മടക്കയാത്രയ്ക്കിടെ ചൈനയിലെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്നാൽ ട്രംപ് ഷീ ചർച്ചകളെക്കുറിച്ച് വൈറ്റ് ഹൌസ് അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യ റഷ്യ ചൈന ബന്ധം ദൃഢമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക് അമൃത TV. കത്തോലിക്ക സഭയ്ക്ക് പുതിയ 2 വിശുദ്ധർ കൂടി. സൈബർ ലോകത്തെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന കാർലോ അക്യൂട്ടിസും പർവ്വതാരോഹകൻ പിയർ ജോർജോ ഫ്രസാത്തിയുമാണ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 വത്തിക്കാനിൽ പ്രഖ്യാപനം. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിച്ച കാർലോ അക്യൂട്ടിസ് ദൈവത്തിന്റെ ഇൻഫ്ലുവൻസർ എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റാലിയൻ ദമ്പതിമാരുടെ മകനായി ലണ്ടനിലായിരുന്നു അക്യൂട്ടിസിന്റെ ജനനം. ആദ്യ മില്ലേനിയൽ വിശുദ്ധൻ കൂടിയാണ് അക്യൂട്ടിസ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ അസാമാന്യ വൈദഗ്ധ്യമുള്ള കാർലോ തന്റെ കഴിവുകൾ ക്രൈസ്തവ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചു. 2006 15-ാം വയസ്സിൽ രക്താർബുദം ബാധിച്ച് മരിക്കുന്നതുവരെ തന്റെ പ്രവർത്തനങ്ങൾ തുടർന്നു. കാർലോയുടെ ജീവിതത്തിലെ വിശുദ്ധി കണക്കിലെടുത്താണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ വത്തിക്കാൻ തീരുമാനിച്ചത്. ഇറ്റലിയിലെ അസീസിയിലാണ് ഈ 15-കാരന്റെ ശവകുടീരമുള്ളത്. ജീൻസും ടെന്നീസ് ഷൂസും ധരിച്ച് അന്ത്യവിശ്രമം കൊള്ളുന്ന കാർലോസിന്റെ മധ്യസ്ഥം തേടാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഇറ്റലിയിൽ ജനിച്ച പിയർ ജോർജോ ഫ്രസാത്തിയും തന്റെ ഹ്രസ്വജീവിതം വഴി ചുറ്റുമുള്ളവരിൽ വിശ്വാസമുറപ്പിക്കാൻ ശ്രദ്ധേയനായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയും ദരിദ്രർക്ക് നൽകിയ സേവനത്തിലൂടെ വിശ്വാസ ജീവിതത്തിൽ വളർന്നുവന്ന അദ്ദേഹം ഡൊമിനിക്കൻ 3-ാം സഭയിൽ അംഗമായി. പർവ്വതാരോഹണം പോലെയുള്ള സാഹസിക വിനോദങ്ങളിലും തൽപരനായിരുന്നു ഫ്രസാറ്റി. ആൽപൈൻ കൊടുമുടികൾക്കൊപ്പം തന്റെ പ്രവർത്തനങ്ങളിലൂടെ വിശുദ്ധിയുടെ കൊടുമുടിയും ഫ്രസാറ്റി നടന്നുകയറി. 1925-ൽ 24-ാം വയസ്സിലായിരുന്നു അന്ത്യം. പിന്നീട് 1981-ൽ ഫ്രസാത്തിയുടെ കല്ലറ തുറന്നപ്പോൾ മൃതദേഹം പൂർണ്ണമായും അഴുകാത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് ഇദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനുള്ള ചടങ്ങുകൾ ആരംഭിച്ചത്. ലിയോ 14-ാമൻ പാപ്പ ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ വിശുദ്ധ പ്രഖ്യാപനമായിരുന്നു ഇന്നത്തേത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് തന്നെ വിശുദ്ധ പദവിയിലേക്കുള്ള പ്രഖ്യാപനം തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് പ്രഖ്യാപന ചടങ്ങുകൾ നീട്ടിവെക്കുകയായിരുന്നു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ നടന്ന വിശുദ്ധ പ്രഖ്യാപനത്തിന് ആയിരങ്ങൾ സാക്ഷികളായി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കോഴിക്കോട് മുക്കം വലിയ പറമ്പിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. പന്നിക്കോട് സ്വദേശികളായ സഹോദരങ്ങൾ സഞ്ചരിച്ച ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട് ബൈക്കിൽ ഇടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. പരിക്കേറ്റവരെ KMCT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കേരള ക്രിക്കറ്റ് ലീഗ് ചാമ്പ്യന്മാരെ ഇന്നറിയാം. 2-ാം സീസൺ ഫൈനലിൽ ഏരീസ് കൊല്ലം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും. അല്പസമയത്തിനകം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ സെമിയിൽ തൃശൂർ ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം ഫൈനലിലേക്ക് മുന്നേറിയത്. 2-ാം സെമിയിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ പരാജയപ്പെടുത്തിയാണ് കൊച്ചി ഫൈനൽ ബർത്ത് ഉറപ്പിച്ചത്. കഴിഞ്ഞ വർഷത്തെ അവസാന സ്ഥാനക്കാരായിരുന്ന കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് 10-ൽ 8 മത്സരങ്ങളും ജയിച്ച് 1-ാം സ്ഥാനക്കാരായാണ് ഫൈനൽ പോരാട്ടത്തിന് എത്തിയിരിക്കുന്നത്. ഏഷ്യാ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ദക്ഷിണ കൊറിയ ഫൈനൽ പോരാട്ടം ഇന്ന് രാത്രി 7:30 മുതൽ നടക്കും. സൂപ്പർ 4 ഘട്ടത്തിൽ 7 പോയിന്റുകളോടെ 1-ാം സ്ഥാനക്കാരായാണ് ഇന്ത്യ ഫൈനലിലേക്ക് മുന്നേറിയത്. ദക്ഷിണ കൊറിയ 4 പോയിന്റുകളോടെ 2-ാം സ്ഥാനക്കാരായി ഫൈനലിലെത്തി. ടൂർണമെന്റിലെ വിജയികൾക്ക് അടുത്ത വർഷം നടക്കുന്ന ലോകകപ്പിൽ കളിക്കാനുള്ള അവസരമുണ്ടാകും.